അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ അങ്ങോട്ട് തുടങ്ങുകയാണ് കേട്ടോ. ഇന്നത്തെ രാവിലെ എന്ന് പറയുകയാണെങ്കിൽ മക്കളെയൊന്നും അടുക്കളയിലായിട്ട് ഞാൻ കുറച്ചങ്ങോട്ട് മാറി നിൽക്കും കേട്ടോ. 10 ദിവസം പൂട്ടിയതിൻ്റെ ആ ഒരു ആഘോഷമാണ് ഇപ്പോൾ ഇവർക്കുള്ളത്. അപ്പോൾ അനിയത്തിൻ്റെ മക്കൾ രണ്ടാളും കൂടി വിരുന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ കുറച്ച് വളകാപ്പിൻ്റെ വീഡിയോസും ഒക്കെപ്പാടെ കൂടിയിട്ടൊരു അടിപൊളി വീഡിയോസാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. നമുക്ക് കുഴപ്പമൊന്നുമില്ല. തട്ടിമുട്ടിയെന്ന് തന്നെ ഓരോ ദിവസം കടന്നു പോകണത്. അപ്പോൾ നമുക്ക് 2026 അടിച്ച് പൊളിച്ച് വീഡിയോ ഇടണം. ഒന്നരാടെയാണെങ്കിലും ഞാൻ വീഡിയോ ആയിട്ട് വരും കേട്ടോ. ഷോർട്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. അത് നിങ്ങൾ കാണുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ രാവിലത്തെ ആ ഒരു അൽക്കുലത്തെ പരിപാടി ഉണ്ടല്ലോ. ഒന്ന് പൂരിയും കിഴങ്ങ് കറിയാണ് ഉള്ളത്. പൊതുവേ ഇവിടെ പൂരിക്ക് കിഴങ്ങ് കറി മസ്റ്റാണ്. അപ്പോൾ കിഴങ്ങ് കറി ഇതാക്കണ ആയിട്ടുണ്ട്. പൂരി ഇതാക്കണ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വീഡിയോ എടുക്കാനായിട്ട് കുറച്ചാണ് മാറിയുന്നതാണ് കേട്ടോ. ഇവിടെ ഒരുമാതിരി യുദ്ധം തുടങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അനിയത്തി ഇതാക്കണ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏട്ടത്തി നല്ല പൂരി ചൂട്ടലാണ് കേട്ടോ. ഞാനൊന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി മാറിയുന്നതാണ്. അപ്പോഴത്തേന് ഓൾക്ക് വെജാതായിക്കണം. 2 പ്രസ് ചെയ്യപ്പോഴത്തേന് അമർത്തിയപ്പോഴത്തേന് കുഞ്ഞാറ്റൻ്റെ കൈ വേദന ഉണ്ട് എന്ന് പറഞ്ഞിട്ട് തലക്ക് കെട്ടൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ അശ്മിക്കമ്മോൾ ഇതാ ചായ കുടിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇവർക്കൊക്കെ ചോറും എന്തൊക്കെയാണ് പറയുന്നത്, ചോറും കറികളൊക്കെ വെച്ചിട്ട് വേണം. ഞാൻ പറഞ്ഞില്ലേ വളകാപ്പുണ്ടെന്ന്. അപ്പം അന്ന് ഒരു 7-ാം മാസത്തിൽ കൂട്ടിക്കൊണ്ടുപോലുണ്ട്. എനിക്ക് അതിന് പോകാനായിട്ട്. അപ്പോൾ അവർക്ക് ചോറും ചിക്കൻ കറി ആക്കണമെന്നാണ് വിചാരിച്ചത്. നെയ്ച്ചോറും ഒരു കടായി പോലത്തെ ഒരു ചിക്കൻ കറി ആക്കണം എന്നാണ് വിചാരിച്ചത്. ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരുങ്ങാണ്ട് അതിന് സാധനം വാങ്ങാൻ പോയതാണ്. ആ നേരം കൊണ്ടാണ് ഇവർ ഈ ഒരു പണി ഇരിക്കണത് കേട്ടോ. എല്ലാവരും കൂടിയാലുണ്ടല്ലോ, ഒത്തുപിടിച്ചാൽ മലയും പോരുന്നല്ലേ. മല പോരുന്ന് ഞാൻ നോക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇതാക്കണം ഈ കോഴിക്കുട്ടി കൂട്ടിൻ്റെ ഉള്ളിൽ അങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര കടത്തം. എന്നാലും ഞാനൊക്കെ ഇങ്ങനെ കടത്തപ്പോൾ ഞാൻ വിചാരിച്ചു വോയിസ് കൂക്കടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമോ എന്നില്ല കേട്ടോ. അപ്പോൾ വ്യക്തമായിട്ടും ശക്തമായിട്ടും നോക്കിയപ്പോഴാണ് 36 കാലുമ്മൽ നൂല് കുടുങ്ങിയിട്ടുണ്ട്. നൂല് ഭയങ്കരമായിട്ട് കുടുങ്ങിയിട്ടുണ്ട്. അതിൽ റിതു ഇതാക്കണം ചിക്കനൊക്കെ വാങ്ങി വരുന്നുണ്ട് കേട്ടോ. ഓനെയാണ് ഞാൻ പീടിയേക്ക് പറഞ്ഞയച്ചത്. പൊതുവേ ചിക്കൻ കടയ്ക്ക് പോകാനായിട്ട് എനിക്ക് ഭയങ്കര മടിയാട്ടോ. ചിക്കൻ്റെ ഈ ഒച്ചയും വിളിയൊക്കെ കേൾക്കുമ്പോഴത്തേന് ഭയങ്കര ഗതികേടാണ്. പക്ഷേ മൂക്കുമുട്ട തിന്നു കേട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ ആ പൈസേൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ഓന്. അപ്പോൾ ഇതാണ് കേട്ടോ അനിയത്തിൻ്റെ വലിയ കുട്ടികളെല്ലാവരും കണ്ടിട്ടുണ്ടാവൂലേ. അപ്പോൾ ഇന്നലെ ഒരാൾ കമൻ്റ് ഇട്ട്, ഒരു പേര് ഞാൻ ഓർക്കണില്ല, കമൻ്റ് ഇട്ടു എന്താ പേര് എവിടെയാണ് സ്ഥലം എന്നൊക്കെ കമൻ്റ് ഇട്ടുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ പേര് അനിത എന്നാണ്. ഞങ്ങളെ സ്ഥലം പറയണത് മലപ്പുറം ജില്ലയിൽ മമ്പാടാണ് കേട്ടോ. നിലമ്പൂരിൻ്റെ അടുത്ത് തന്നെ മമ്പാടാണ് ഞങ്ങളുടെ സ്ഥലം. പിന്നെ നമുക്ക് ഇതാണ് 3 കുട്ടികളും ഒരു ഭർത്താവും ഉണ്ട്. പിന്നെ 2 പോത്തുകളും കുറച്ച് കോഴികളും ഉണ്ട്. അതുതന്നെയാണ് കേട്ടോ ഞങ്ങൾ ഒരു വലിയൊരു കുടുംബം എന്ന് പറയുന്നത്. അപ്പം എന്തപ്പോൾ പറഞ്ഞുകൊണ്ട് നിന്ന്. അപ്പോൾ വിഷയത്തിൽ നിന്ന് നമ്മൾ തെന്നി മാറി. അപ്പോൾ ഇവൾക്ക് ഇതാക്കണ് കാൽമ നൂല് ചുറ്റി അങ്ങോട്ട് കുടുങ്ങിയിട്ടേ അവൾക്ക് തിന്നാനും നടക്കാനൊന്നും കഴിയില്ല. മുറിയായി തുടങ്ങിയിരുന്നു കേട്ടോ. അപ്പോൾ അവൾക്ക് അതൊക്കെ ഞാൻ ശുശ്രൂഷിച്ച് കൊടുത്താണ്ട് ഓളെ പറഞ്ഞയച്ചിട്ടുണ്ട്. അപ്പോൾ പോത്തിനില്ല കാടി ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ പോത്തുകൂട്ടന്മാർ കുറച്ചും കൂടി തടിയൊക്കെ നന്നാകണ്ടേ, ഉഷാറാവണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓല പരിപാടി ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഒരുപാട് വീഡിയോ ഞാൻ എടുത്തിട്ടോ. ചോറിൻ്റെ കറി വെക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, പെട്ടെന്ന് പോകാനുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പുതിയെണ്ണ ഇറങ്ങുമ്പോഴത്തിന് പോകണ്ടേ, പുതിയെണ്ണല്ല പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുവരണതിന് മുന്നേ തന്നെ നമുക്ക് അവിടെ എത്തണ്ടേ. തിന്നാൻ പാകത്തിന് എത്തിയാൽ പോരല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ നെയ്ച്ചോറ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചിക്കനൊക്കെ പൊരിച്ചിട്ട് അങ്ങനെ ഒരു മസാല പോലത്തെ അങ്ങനെ ഒരു കറി ഉണ്ടാക്കിയിട്ടുണ്ട്. തിക്ക് കറി ഗ്രേവിയും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് അങ്ങനെ ഒരു എന്താ പറയുക, ഒരു കടായിൻ്റെ അടുത്ത് വരില്ലെങ്കിലും അതിൻ്റെ ഏകദേശം ആരെങ്കിലുമൊക്കെ ആയിട്ട് വരും. അങ്ങനെ ഒരു കറി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കറി വെച്ച് കഴിഞ്ഞേരം പിന്നെ ഞാനും പോന്നു. ഓലും മക്കളാരും പോരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഇങ്ങോട്ട് പോന്നിട്ട് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയാണ് പോണത്. കുറച്ചങ്ങോട്ട് നടക്കാനുണ്ട് കേട്ടോ. ഞങ്ങളൊരു 11:30 ആകുമ്പോഴത്തേനും ഇവിടെ എത്തിയിട്ടുണ്ട്. ഭാഗ്യത്തിന് ഇതാക്കണം ഞങ്ങൾ ചെന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ചടങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുള്ളത്. ഭാഗ്യമുണ്ട്, ഇല്ലെങ്കിൽ ഞങ്ങൾ സസ്യമായിപ്പോയി തന്നെ. അങ്ങനെ ഇതാക്കണം. ഇത് ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ. ഇങ്ങനെ വളകാപ്പ് എന്നുള്ള ഒരു ചടങ്ങുണ്ടല്ലോ, ആദ്യമായിട്ട് കാണാണ്. നമ്മളേലും അങ്ങനെയൊന്നും ഇല്ലേന്നല്ലോ. നമ്മളേതൊക്കെ ഇതാക്കണം അങ്ങനെ വന്നിട്ടാണ് കൂട്ടിക്കൊണ്ടുപോകലല്ലേ, ദക്ഷിണയൊക്കെ കൊടുത്ത് അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോകലല്ലേ. ഇതിപ്പം വള ഇട്ട് കൊടുത്ത് മഞ്ഞൾ തേച്ച് കൊടുത്ത് മധുരം കൊടുത്ത് അങ്ങനെ. ഇതിൻ്റെ ഐതിഹ്യം എനിക്ക് എന്താണെന്ന് അറിയില്ല. അറിയുന്നവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടോളിയിട്ട് എന്താ പരിപാടി എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലേന്ന് 3 പറ്റിക്കണ് പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലാത്തത് കാരണം നമുക്കറിയില്ല. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു ബാക്ക് ഭാഗം എന്നുള്ളത് ഒന്ന് കമൻ്റ് ഇടാൻ മറക്കണ്ട കേട്ടോ, അറിയുന്നവരാണെങ്കിൽ. അപ്പം അങ്ങനെ എല്ലാവരും തലക്ക് മുതിർന്നവരൊക്കെ വന്നിട്ട് മഞ്ഞൾ തേച്ച് കൊടുക്കുന്നുണ്ട്, വളമിട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ മധുരം കൊടുക്കുന്നുണ്ട്. അങ്ങനെ പരിപാടിയിലാണ്. അപ്പം അങ്ങനെ ഇതാക്കണം. അവൾ അതിന് തയ്യാറെടുക്കുകയാണല്ലോ. 7-ാം മാസത്തിൽ ആണല്ലോ കൂട്ടിക്കൊണ്ട് പോവുക.
അപ്പം ഞാൻ ഏതായാലും ഉമ്മക്ക് ഇതങ്ങോട്ട് ഷൂട്ട് ചെയ്താൽ പോരെ, ഞാനങ്ങോട്ട് ഷൂട്ട് ചെയ്തിട്ടോ അങ്ങോട്ട് അല്ല ചർക്കം പറക്കം പറഞ്ഞിട്ട് ഞാനങ്ങോട്ട് ഷൂട്ട് ചെയ്ത് പുതിയ പെണ്ണ് തന്നെയാണ് വരുന്നത്, പുതിയ പുതിയാപ്പിളയിൽ നിന്ന് തന്നെയാണ് വരുന്നത്. ഏതായാലും ഓന് മടിയാവുന്നുണ്ട് കേട്ടോ, നല്ല മടിയാവുന്നുണ്ട്. പിന്നെ എന്നെ നോക്കി രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട്. ഇതെങ്ങനെ യൂട്യൂബിൽ ഇങ്ങോട്ട് ഇടിയെന്നൊക്കെ പറഞ്ഞിട്ട് മറഞ്ഞ് നിൽക്കണതാണ്, അവിടെ നോക്കണുണ്ടോ, അതാണ് നോക്കിയിരിക്കണത് കേട്ടോ. നിങ്ങളെങ്ങനെ ഇടിയിട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ നോക്കണത്. അപ്പോഴും തന്നെ കുറേ കാലം കഴിയുമ്പം ഇതാക്കണ ഓൻ്റെ കുട്ടികളൊക്കെ വലുതാകുമ്പോൾ എടുത്ത് വെച്ച് കാണാമല്ലോ എങ്ങനെയാണ് സംഭവം ഇല്ലേന്ന് അതിൻ്റെയൊക്കെ മനസ്സിലാക്കാമല്ലേ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ചതാണ്. അപ്പം ഒരുപാട് കാര്യങ്ങളില്ല നമ്മളെ നാട്ടിൽ നടക്കണം, നമ്മളെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇതാക്കണം യൂട്യൂബിലുണ്ടാവില്ലേ, യൂട്യൂബിലെടുത്തോളം കാലം യൂട്യൂബിലുണ്ടാവും. അതിപ്പോൾ നമുക്ക് ഇതാക്കണ അങ്ങനെ എടുത്ത് വെച്ചു എന്ന് മാത്രം. പിന്നുള്ളത് ആ പരിപാടികളും ചടങ്ങുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഫുഡ് അടി ആയിപ്പോയി. അപ്പോൾ പിന്നെ ഡയറ്റിങ്ങും നടത്തൊന്നും ഞാൻ നോക്കിയില്ല. പറയാൻ കണ്ടി ഞാനങ്ങോട്ട് ചോറ് തിന്നു, അതും ബിരിയാണി, നല്ല അടിപൊളി ബിരിയാണിയായിരുന്നു. പിന്നെ കാരക്കൻ്റെ അച്ചാറുണ്ടായിരുന്നു, ചള്ളാസ് ഉണ്ടായിരുന്നു, പിന്നെ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ തട്ടിയിട്ട് പിന്നെ അങ്ങോട്ട് പറയാനങ്ങോട്ട് ഇരുന്നു. ഇവിടെ വന്നിട്ട് പിന്നെ പറയാനിരുന്നു, ഭയങ്കര പറയലായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇവിടെ ഈ ഒരു മുറ്റത്ത് ഇതാണ് ചാണകമൊക്കെ തളിച്ച് തിണ്ടൊക്കെ പൊട്ടിച്ച് നല്ല വൃത്തിയാക്കി വെച്ചിരുന്നു. കുറേ കാലമായിട്ട് ഞാനങ്ങനെ കണ്ടിട്ട്. അതാ ഞാൻ അങ്ങനെ പിടിച്ചേ. എല്ലാവരും ആ ഒരു നേരത്തിൻ്റെ തൊട്ട് മുന്നേ എല്ലാവരും ചിറിച്ചും കളിച്ചും നിൽക്കുകയാണെങ്കിലും ഈ ഒരു നേരം ഉണ്ടല്ലോ, കൊണ്ടുപോകണ നേരം, അത് ഭയങ്കര ഗതികേടാണ് അല്ലേ. ഭയങ്കര ഗതികേടാണ് പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ. കരയാതെ ഇതാകുന്ന റെഡിക്ക് ഇറങ്ങി പോകണവരില്ല. അങ്ങനെ ഓല് പോയി കഴിഞ്ഞാൽ ഞങ്ങളുണ്ട് പോന്നു. വൈകുന്നേരം ആയപ്പോൾ ഇതാകുന്ന ക്രിസ്മസിൻ്റെ ഒരു 3-4 ദിവസം മുന്നേ ഉണ്ട് ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത്. അങ്ങനെ ഞാൻ വൈനിടാൻ പോകണം. ആദ്യമായിട്ടാണ് ഞാൻ വൈനിടുന്നത്. എങ്ങനെ ഉണ്ടെന്നൊന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം നല്ല മുന്തിരി 1 കിലോനോളം മുന്തിരി വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഇപ്പോഴാണോ വീഡിയോ ഇടുന്നതെന്ന് ചോദിച്ചാൽ കഴിഞ്ഞല്ലേ നമുക്ക് മടിയെന്നല്ലോ. അപ്പോൾ ഇക്കൊല്ലല്ലേ ഇടാൻ പറ്റുള്ളൂ, എടുത്ത് വെച്ചെന്ന്. പക്ഷേ ഇതൊന്ന് വോയിസ് കൊടുത്ത് അപ്ലോഡ് ആക്കാനായിട്ട് ഭയങ്കര മടിയായിരുന്നു. ഇപ്പോൾ വണ്ടിയൊക്കെ മാറി ഞാൻ നല്ല കുട്ടിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ 1 കിലോ പഞ്ചസാരയ്ക്കൊരു എനിക്ക് തോന്നുന്നു 1/2 കിലോനോളം അല്ലെങ്കിൽ 1/4 കിലോനോളം ഞാൻ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുന്തിരിക്ക് ഞാൻ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ലപോലെ കഴുകി വെള്ളമൊക്കെ വാർത്ത് വെച്ചിട്ടാണ് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ മധുരം ചേർക്കാം കേട്ടോ. അപ്പോൾ വൈനിലൊന്നും വല്ലാതെ അങ്ങോട്ട് മധുരമില്ല, കുത്തൽ മധുരം ഉണ്ടാവില്ലല്ലോ ചായക്ക് ഇടുന്ന പോലെയൊന്നും, ഒരു മിനിമത്തിലല്ലേ മധുരം ഉണ്ടാവുള്ളൂ. അങ്ങനെ മധുരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ഇടാമല്ലോ ചോദിച്ചാൽ പട്ട ഇട്ട് കൊടുത്തിട്ടോ. പട്ട വേണം, കറുവാപ്പട്ടല്ലേ അത് വേണം. അത് കഴിഞ്ഞേരം പിന്നെ ഗ്രാമ്പു വേണം, പിന്നെ ഏലക്ക വേണം കേട്ടോ. ഗ്രാമ്പു ഒരു 3-4 എത്രയാണ് ഞാൻ ഇട്ടിട്ടുണ്ട്, ഒരു 5-6 ഗ്രാമ്പു ഇട്ട് കൊടുത്തിട്ടുണ്ട്, 2-3-4 പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഏലക്കായും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു മണം രുചി കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ വൈന് കുടിച്ചിട്ടേ ഇല്ല കേട്ടോ, തീരെ ഞാൻ കുടിച്ചിട്ടില്ല. അപ്പോൾ എവിടെയൊന്നും ഞാനൊന്ന് ടേസ്റ്റും കൂടി ചെയ്ത് നോക്കിയിട്ടില്ല. ഇതാണ് ഫസ്റ്റ് ടൈം. അത് ഞാൻ തന്നെയാണ് എൻ്റെ കൈ കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ആ ഒരു സന്തോഷമുണ്ട്. എങ്ങനെ ഉണ്ടാവുമെന്ന് പുറത്തുള്ളവർ വന്നിട്ട് വേണം പറയാനായിട്ട്, അല്ലെ കുടിച്ചൊരു എക്സ്പീരിയൻസ് ഉള്ളവർ വേണം പറയാനായിട്ട്. പിന്നെ ഇതാക്കണ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത്, ചൂടുവെള്ളം നല്ല ഒഴിച്ച് കൊടുക്കണത്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയില്ല എന്ന് ഞാൻ പറയണില്ല, കാരണം ഇതിൻ്റെക്കാട്ടിലും ഉഷാറായിട്ട് നല്ല പൊപ്പുലിയായിട്ട് നിങ്ങൾ ഉണ്ടാക്കുമെന്നറിയാം. അപ്പോൾ ഞാനെങ്ങനെ ഉണ്ടാക്കിയതെന്ന് ഒന്ന് കാണിച്ചു തന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മേലേക്ക് ഇങ്ങനെ ഒന്ന് നിൽക്കാൻ പാകത്തിന് ഇത്തിരി വെള്ളം കൂട്ടി ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. പെട്ടെന്ന് 3 ദിവസം കൊണ്ട് എങ്ങനെ വൈൻ ഉണ്ടാക്കാം അതാണ് ഇപ്പോൾ ഞാൻ കാണിച്ചുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ അതാണ് ഞാനൊന്ന് തിളപ്പിച്ചെടുക്കട്ടെ. തിളപ്പിച്ചല്ല, നല്ല വേവിച്ച് തന്നെ എടുക്കണം, എന്നാലാണ് 3 ദിവസത്തിന് മാത്രം ഇട്ടേക്കാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ 1 മാസം അല്ലെങ്കിൽ അതിലേറെയൊക്കെ ഇട്ടേക്കണവരുണ്ടല്ലോ, അത് നല്ല കിക്കാവും. പക്ഷെ ഇത് അത്ര കിക്ക് വരില്ല, എന്നാലും തിരക്കേടില്ല. അങ്ങനെ വെന്ത് മുന്തിരിയൊക്കെ ആ ഒരു പഞ്ചസാര ലൈനിൽ കിടന്ന് നല്ലപോലെ വെന്ത് വരുന്നുണ്ട്. അപ്പം നല്ല മണം ഉണ്ടായിരുന്നുണ്ട്, ഏലക്കായൻ്റെ, പട്ടേൻ്റെ, ഗ്രാമ്പൂവിൻ്റെ ഒക്കെ നല്ല ഒരു മണം അടുക്കളയിൽ കൂടെ അങ്ങനെ പരന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. നല്ലൊരു നോക്കിയപ്പം കുറച്ച് മധുരത്തിൻ്റെ ഇത്തിരി കമ്മി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇത്തിരിയും കൂടി പഞ്ചസാര ചേർത്ത് കൊടുത്ത്. അളവ് കോലൊന്നും ഞാൻ പറയണില്ല, സുമാറ് കണക്കാണ് കേട്ടോ. എനിക്ക് മൊത്തത്തിലൊരു സുമാറ് കണക്കാണ്. അപ്പം അങ്ങനെ ഞാൻ സുമാറ് കണക്കാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോട്ടോ. 3 ദിവസം കൊണ്ട് നമ്മൾ ഈ പരിപാടിയാണ് തീർത്ത് വെക്കാം. നല്ല രസമാണ് കേട്ടോ ഇത് കുടിക്കാനായിട്ട്. ഇങ്ങനെ വേവിച്ച് അത് നല്ല പോലെ തണുപ്പിച്ച് ഒരു ഉച്ച ആയപ്പോൾ ഞാൻ വേവിച്ച് വെച്ചു. ഒരു വൈകുന്നേരം ആയപ്പോഴാണ് നല്ല പോലെ തണുത്ത് വന്നത് കേട്ടോ. നല്ല പോലെ തണുത്ത് പച്ചവെള്ളമായിട്ട് വേണം കുപ്പിക്ക് മാറ്റാനായിട്ട്. നമുക്ക് ഈ ഭരണി കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയിലാണ് ഒഴിച്ച് വെക്കുന്നത്. നല്ല കളറുണ്ടായിരുന്നു കേട്ടോ, വേറെ ഒന്നും ചേർത്തിട്ടില്ല കളറിനായിട്ട്.
നല്ല ഈ ഒരു മുന്തിരിക്ക് തോന്നുന്നു നല്ല കളർ ഉണ്ടായിരുന്നു. അപ്പോൾ അടിപൊളി മുന്തിരി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഷോർട്ട് വീഡിയോ ഇടാനായിട്ടാണ് ഇങ്ങനെ ആക്കിയെടുത്തത്. പക്ഷേ ഷോർട്ട് വീഡിയോ ഇട്ടതുമില്ല. അപ്പം അങ്ങനെ മുന്തിരി വൈനില്ല ചാറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല അടിപൊളി മുന്തിരി വൈൻ ഇപ്പം നാളെ മറ്റന്നാൾ 3 ദിവസം കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് നോക്കാം. പിന്നെ വൈനിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ പിന്നെ ആ ഒരു ദിവസം അന്നൊരു ദിവസം ഇട്ടുവെച്ചാൽ പിന്നെ അത് അനക്കാൻ പാടില്ല. പിന്നെ പിറ്റേത് എടുക്കേണ്ടത് ഒരു നേരത്താണ് കേട്ടോ. ഇനിയിപ്പോൾ ഒരു ഉച്ചയ്ക്ക് ഒരു 2 മണി ആയിട്ട് ഇളക്കുകയാണെങ്കിൽ പിറ്റേന്ന് ഉച്ചയ്ക്ക് 2 മണിക്കേ ഇളക്കാൻ പറ്റുള്ളൂ കേട്ടോ. സമയം തെറ്റാൻ പാടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് നിബന്ധനകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണുള്ളത്. അപ്പോൾ ഞാനൊരു വൈകുന്നേരം ഒരു 6, 6:30, 7 മണി നമ്മൾ പോത്തിനെയൊക്കെ കൂട്ടി വന്നിട്ട് ഒരു നേരം ഉണ്ടല്ലോ, അപ്പോഴാണ് ഞാൻ അളക്കാൻ തിരിയൽ. അതും മരത്തവി കൊണ്ടാണ് കേട്ടോ ഇളക്കേണ്ടത്. ഞാൻ മരത്തവി ഇല്ലായിട്ട് ചപ്പാത്തിൻ്റെ കോല് വെച്ചിട്ട് തന്നെ ഇളക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈസ്റ്റ് ഇടണം കേട്ടോ. ഒരു ടീസ്പൂണല്ല ഒരു ചെറിയൊരു സ്പൂണോളം ഒരു ഈസ്റ്റ് ഇടണം, എന്നാലാണ് പൊങ്ങി വരുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെ ഈ ഒരു വൈനിൻ്റെ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അത് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ വേഗം ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. നല്ലപോലെ ടൈറ്റ് ആക്കിയിട്ട് അടച്ച് വെക്കാം. എന്നിട്ട് പിറ്റേന്ന് ഒരു നേരത്ത് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു തവി വെച്ചിട്ട് മരത്തിൻ്റെ തവി വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ പിറ്റേന്ന് അങ്ങനെ 3 ദിവസം ആ ഒരു ഒരേ സമയത്തിന് ഞാൻ അലറാം വെച്ചാണ്ടാണ് അങ്ങനെ അടുപ്പിച്ചെന്ന് കേട്ടോ. ഇളക്കി കൊടുക്കാനായിട്ട് അലറാം വെച്ചു. അങ്ങനെയൊക്കെയാണ് ഉണ്ടായിരുന്നത്. കാരണം കേട് വരരുതല്ലോ. അപ്പം ആ ഒരു സമയത്തിനായിട്ടില്ലെങ്കിൽ കേടൊക്കെ വരും. പിന്നെ സ്പൂണിട്ട് ഇളക്കിയാലൊക്കെ കേട് വരും. അങ്ങനെ 3-4 ദിവസം അങ്ങനെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇളക്കി ഇങ്ങനെ 3-4 ദിവസം കഴിഞ്ഞ് ക്രിസ്മസ് ആയിട്ടോ. ക്രിസ്മസ് ആയി കഴിഞ്ഞപ്പം അന്ന് രാത്രി നമ്മൾ ക്രിസ്മസിൻ്റെ തലേന്ന് അന്ന് രാത്രിയാണ് നമ്മൾ വൈന് പൊട്ടിച്ചത് കേട്ടോ. പിന്നെ അരിച്ചു ഒഴിച്ചു ഒരു കുപ്പിയിലാക്കി വെച്ചു. വേറൊരു കുപ്പി കിട്ടിയിട്ടില്ലേന്ന്. അപ്പോൾ ഞാൻ ഈ ഒരു കുപ്പിയിലാക്കി. പിന്നെ വൈനിൻ്റെ ഒപ്പം കഴിക്കാൻ നമുക്ക് ഏതായാലും പ്ലം കേക്ക് വേണമല്ലോ. അപ്പോൾ ക്രിസ്മസ് പപ്പയൊക്കെ വരും. അതിന് മുന്നേ നമുക്ക് ഇതൊന്ന് കുടിച്ച് തീർക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാക്കണം. നല്ല അടിപൊളി സുന്ദരമായിട്ടൊരു വൈൻ ഇതാക്കണം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് കേക്ക് ഇട്ടായിരുന്നു. ഒരു തരിപ്പും കാര്യങ്ങളും ഒരു 7up കുടിക്കുന്ന ആ ഒരു തരിപ്പ് ഉണ്ടായിരുന്നു. 3-4 ദിവസം കൂടി വെച്ചാണ്ടല്ലോ നല്ല കേക്കായിരിക്കും. ഏതായാലും പിന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് കൂടി ചെയ്യാൻ മറക്കില്ല കേട്ടോ. അപ്പം ഞാൻ നാളെ വരാം. ടാറ്റാ ബൈ ബൈ, സീ യു.